2014 ഇവർ 5 പൈസ പോലും ടിക്കറ്റ് ഇല്ലാതെ എല്ലാവരെയും ഫ്രീ ആയിട്ട് കയറ്റി. 2014 ആയപ്പോഴത്തേക്ക് സംഭവിച്ചു പോയത്, കുറച്ച് മുതിർന്ന ആൾക്കാർ വന്നാൽ അഥവാ ലോക്കലിലുള്ളവർ വന്നാൽ കുറച്ച് ലിക്കറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വെള്ളവടി, ചീട്ടുകളി, കിലുക്ക് കുത്ത്, കഞ്ഞി വെക്കുന്നു, കരി വെക്കുന്നു, പുല്ലുണങ്ങുമ്പോൾ അതിന് തീയിടുന്നു. ആൾക്കാർ ദിവസങ്ങളോളം ഇവിടെ തങ്ങിക്കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കമ്പിയുടെ കഷ്ണമോ ഫില്ലറിൻ്റെ കഷ്ണമോ ഇല്ലാതെ മൊത്തം അടിച്ച് നിരത്തി കളഞ്ഞു. 25 കട്ടി പണിതിരിക്കുന്ന ഈ സിംഗിൾ റൂമിൻ്റെ 50% ഭിത്തി തകർത്ത് കളഞ്ഞു. അങ്ങേറ്റത്തെ രാജാവ് വനവാസം ചെയ്ത ബിൽഡിംഗ് 99% തകർത്തു. അത് അടിച്ചു പൊട്ടിച്ച് മുറ്റത്തൊരു മണിക്കണ്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ടത് മൂടിക്കളഞ്ഞു. ഇന്ന് ഈ പുല്ല് കാണുന്നതിന് പകരം കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലുമായിട്ട് മാറി. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാജയം അതായിരുന്നില്ല. അന്ന് ലേഡീസിന് വരത്തില്ല, കുട്ടികൾക്ക് വരത്തില്ല, ഫാമിലിക്ക് വരത്തില്ല എന്ന് വെച്ചാൽ ഈ മലയുടെ മുകൾ ഭാഗം കംപ്ലീറ്റ് സാമൂഹ്യ വിരുദ്ധയുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായിട്ട് മാറി. ഈ സമയത്താണ് നമ്മുടെ മേലുദ്യോഗസ്ഥർ വന്നു കണ്ടപ്പോൾ അവരുടെ ഒരു തീരുമാനമാണ്, ഒന്നെങ്കിൽ വനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ടൂറിസം പൂർണ്ണമായിട്ട് നിരോധിക്കുക, അതല്ലെങ്കിൽ ടിക്കറ്റ് വെച്ച് വരുന്ന ആൾക്കാരെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് അവരുടെ ബീഡി, സിഗരറ്റ്, ലൈറ്റർ, തീപ്പെട്ടി, മധു, ഫാൻസ്, ലിക്കർ തുടങ്ങിയ മദ്യലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ, അഥവാ കള്ള്, കഞ്ചാവ്, ചരസി, ആരായും, ബ്രാൻഡി, ബിസ്കി, ബ്രംഷോർ തുടങ്ങിയ മദ്യലഹരി പദാർത്ഥങ്ങളുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് പുറത്ത് വെച്ചിട്ട്, പ്ലാസ്റ്റിക് കവറിലുള്ള 1 രൂപയുടെ മിഠായി ആണെങ്കിൽ അത് മുതൽ സ്നാക്സ് ഐറ്റംസുകളെ, ഹോട്ടൽ ഭക്ഷണങ്ങളോ ഒക്കെ മേടിച്ച് പുറത്ത് വെച്ചിട്ട് നിരുപാധികം ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാരെ കയറ്റിയാൽ മതി എന്നുള്ള ഓർഡർ മുകളിൽ നിന്നു.